എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീണ്ടും ചക്കയാണ്. ഇത് പച്ചച്ചക്കയാണ്, പഴുത്തല്ല. ഈ പച്ചച്ചക്ക വെച്ചിട്ടാണ് ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണത്, അതെന്തൊക്കെ ഇടുന്നതൊക്കെ നോക്കാം. ആദ്യം ഇതിനെ അരച്ചുകൊണ്ടിട്ടെ. ഈ പച്ചച്ചക്ക ക്ലീൻ ചെയ്ത് വെച്ചാണ് ഇതിനെ അരച്ചുകൊണ്ടിരാം. ആദ്യം നല്ല അരച്ചിട്ട് കൊണ്ടുവരാം എടുത്തിട്ട്. അതിന് ശേഷം നമുക്ക് കുഴയ്ക്കണം. അപ്പോൾ എന്തൊക്കെ ഇടുന്നത് അപ്പം കാണാം. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ കൊണ്ടുപോട്ടെ. മിക്സർ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ച് കൊടുക്കാം. കുറച്ച് കൊണ്ടിട്ട് അരയ്ക്കാം. ക്ലീൻ ചെയ്ത് വെച്ചാൽ നോക്കിയിട്ടൊന്നുമില്ല. അരയ്ക്കട്ടെ. ഇതാ ഇതേമാതിരി നല്ല നൈസായിട്ട് തന്നെ അരയ്ക്കണം. കട്ടി കഷ്ണമൊന്നും പാടില്ല. ഇതേമാതിരി ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് അരച്ച് മേടിക്കാം. ഒരു 200 ഗ്രാം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, 1/4 കിലോ. നൈസായിട്ട് അരച്ചുകൊണ്ടിരുന്ന പച്ച ചക്കയാണ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ ചക്കയിലേക്ക് ചക്ക അരച്ചതാണ്, പച്ച ചക്കയാണ്. അര സ്പൂൺ അയമോദകം, എള്ളിടാം. ഞാൻ എള്ള് ഇല്ല, അപ്പോൾ കരിഞ്ജീരകമാണ് ഇടുന്നത്. 1/2 സ്പൂണ് അയമോദകം, 1/2 സ്പൂണ് കരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇടുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഉപ്പിടണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അധികം ആവണ്ട, നോക്കിയിട്ട് വേണം ലേശം ഇട്ട് കൊടുക്കാം. കടലമാവാണ്, കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കാം. കടലപ്പൊടി അത് ഇട്ട് കൊടുക്കാം കുറേശ്ശെ. ഇത് പാകത്തിൽ കുഴയ്ക്കണം. ഈ മാവ് കറക്റ്റ് നമ്മുടെ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഉണ്ടല്ലോ, ആ പാകത്തിന് ആവണം. അത് വരയ്ക്ക് കുഴച്ചെടുക്കാം. ഈ കടലപ്പൊടി തന്നെ ഇടണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. ചക്കയിലത്തെ വെള്ളം മാത്രമേ പാടുള്ളൂ. ബജി ബോണ്ടൊക്കെ ഉണ്ടാക്കണ ഇതാണ്, കടലപ്പൊടിയാണ് ഇട്ടേണ്ടത്. കുറച്ചും കൂടി വേണം, പോരാ. കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പാകത്തിനിട്ടിട്ട് ചപ്പാത്തിയുടെ മാവിൻ്റെ പാകമാക്കണം. 1/4 കിലോ ചക്കയാണ് അരയ്ക്കണമെന്ന് വെച്ചാൽ 1/2 കിലോ പൊടി നമ്മൾ റെഡിയാക്കി വെക്കണം, ഉണ്ടാവണം. പിന്നെ വേണ്ടത് ഇട്ടിട്ട് കുഴച്ച് ഒപ്പം വരുത്തണം. കുറച്ച് ഓയിലാണ് ഒട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ മാവിട്ടിട്ട്, കടലമാവിട്ടിട്ട് കൊടുക്കണം. അപ്പോഴേ ടൈറ്റ് ആവുള്ളൂ. ഒരു 2 സ്പൂണ് അരിപ്പൊടി കൊടുക്കാം. ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് കുഴച്ചിട്ട്. ചക്ക അരച്ചത് നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴയ്ക്കണം. അവസാനം ഇടാൻ പാടും അരിപ്പൊടി. ലാസ്റ്റ് ആദ്യം ഇടരുത്, അവസാനം ഇടാൻ പാടും.
അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാതിരി ഉരുണ്ട് കിട്ടും. അവസാനം ഒരു സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം, 1-2 സ്പൂണ്. ഓയിലാണ് നമുക്കൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയായി മാവ്, ഇങ്ങനെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ ഇങ്ങനെ അമർത്തിയാണ് പോണ മാതിരി. ലാസ്റ്റ് 2-3 സ്പൂൺ അരിപ്പൊടി ഇട്ടു, 3 സ്പൂൺ 4 സ്പൂൺ ഇങ്ങനെ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ, അവസാനം ഇടാൻ പാടുള്ളൂ. ആദ്യം കടലപ്പൊടി തന്നെ ഇട്ടിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് ഇങ്ങനെ നല്ല റൗണ്ടായി വരുമ്പോൾ നല്ല ഒട്ടും. റൗണ്ടായി വരുമ്പോൾ അരിപ്പൊടി നൈസ് പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്ത് 2-3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ലെവലാക്കി കുഴച്ച് ഇങ്ങനെ ഉരുണ്ടയാക്കുക. ഉണ്ടോ, ഇതേമാതിരി ആവണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കരിഞ്ജീരകം, അയമോദകം, കരിഞ്ജീരകം, അയമോദകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത്രയേ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ അത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കുന്നത്, മുറുക്ക്. അപ്പോൾ തുടങ്ങാം. എണ്ണ വെച്ചിരുന്നു അടുപ്പിൽ, എണ്ണ കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലാണ് വെച്ചത്. അപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുറുക്ക് പൊടി. ഇതിലിങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് ഈ മുറുക്കില, ഈ അച്ചിലാണ് ഉണ്ടാക്കുന്നത്. മുറുക്കിൻ്റെ അച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഉണ്ടാക്കുന്നത് മുറുക്ക്, ചക്ക മുറുക്ക്. നോക്കാം. എണ്ണ വെച്ചൊന്നു ചൂടാവട്ടെ. അങ്ങനെ ഉരുള ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കാം നോക്കിയിട്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാവട്ടെ. എണ്ണയിലേക്ക് ചുറ്റി കൊടുക്കാം. ചക്ക എല്ലാ വീട്ടിലും അധികം ഇപ്പോൾ കിട്ടുന്ന സീസണാണ്, ചക്ക സീസണാണ്. അതും കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ, കുട്ടികൾക്ക് കൊടുക്കാനും. പ്രത്യേകം ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് കുട്ടികൾക്കാണ്, സ്പെഷ്യലാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഞാൻ പിഴിഞ്ഞ് കൊടുക്കാം. ചക്ക ഒട്ടും നല്ല അരയ്ക്കണം, വെള്ളം ഒഴിക്കാൻ പാടില്ല. പച്ച ചക്ക ആവണം. വെള്ളം ഒഴിക്കാണ്ട് അരച്ച് അതിന് ശേഷം കടലപ്പൊടി ഇട്ടിട്ട് പാകമാക്കണം. ഉരുണ്ട ആയ ശേഷം ആവണമെന്ന് കണ്ടാൽ അതിന് ശേഷം കുറച്ച് 2-4 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി നൈസ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനൊരു വേഗം ഉരുളയായി കിട്ടും, ചപ്പാത്തി മാവിന് പാകമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. നമുക്ക് എണ്ണയിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. നല്ല ടൈറ്റായി കൊടുക്കാം. എന്നിട്ടിട്ട് ടൈറ്റായി കൊടുക്കാം. നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഒരു മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോൾ ഇളക്കാൻ പാടില്ല, ഇളക്കി കൊടുക്കാൻ പാടില്ല. മുറുക്ക് ഇട്ടതും ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് ആയ ശേഷമാണ് ഇളക്കാൻ പാടുള്ളൂ. അത് ഉടഞ്ഞു പോവും, പൊട്ടിപ്പോവും. പൊട്ടിപ്പോയാൽ പിന്നെ പൊട്ടിയ കുഴപ്പമൊന്നുമില്ല നമ്മളെ കഴിക്കണത്. നല്ല മണം വരുന്നുണ്ട്, സൂപ്പർ മണമാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ. സ്കൂൾ ലീവല്ലേ, ലീവൊക്കെ എന്താ അടിച്ചു പൊളിക്കണം കുട്ടികൾ. സൂപ്പർ നല്ല അരിമുറുകൊക്കെ അപ്പുറം നിൽക്കണം. ഇത്രയേ ഉള്ളൂ, ഇത്രയേ പണിയുള്ളൂ.
കുഴയ്ക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ. ക്ലീൻ ചെയ്യാനും ചക്ക ക്ലീൻ ചെയ്യാനും കുഴയ്ക്കാനും ഉണ്ടാക്കാനൊക്കെ സുഖമാണ്. ഒന്നും കൂടി പൊഴിഞ്ഞു കൊടുക്കാം. നമുക്കൊന്ന് വലുതാക്കി എടുക്കാം. അങ്ങനെ അടാർ ടേസ്റ്റിലും അടാർ ഭംഗിയിലുള്ളൊരു പ്രത്യേക തരം ചക്കമുറുക്ക്. നല്ല പല്ലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ കടിച്ച് മുറിച്ച് തിന്നാൻ. അത് ചെറുതാണോ കുറച്ച് വലുപ്പത്തിൽ റൗണ്ടിലിട്ട് എടുത്തു. ഉണ്ടാവും. ഇത് കുറച്ച് ചെറുതായി റൗണ്ടായി. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. അപ്പം ഇനി നമുക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. ഇനി ഇത് വെച്ചിട്ടാണ് അടുത്ത പിഴിയണത്. അച്ച് മാറ്റിയിട്ടിരുന്നു. ഇനി ഇതിൽ പിഴിഞ്ഞ് നോക്കട്ടെ. അപ്പോൾ ചക്കയും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയും കഴിക്കാം. പച്ച ചക്ക തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഫുള്ളും കാണാം. ചെറിയ വീഡിയോ ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. 1, 2, 3 പ്രാവശ്യം കണ്ടിട്ട് പുതിയ കുട്ടികളൊക്കെ ഉണ്ടാക്കുക. എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കാണ് പറയണത് വീണ്ടും. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.